കർത്താവിൻ്റെ പരിശുദ്ധ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്നേഹിതരായിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഇന്ന് രാത്രി നമുക്ക് ദൈവത്തിന് മുമ്പാകെ അതുപോലെ കടന്നു വന്ന് ദൈവസന്നിധാനത്തിലായിരിക്കാൻ നിൽക്കണം. കർത്താവ് നമുക്ക് ഒരുക്കി തന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾക്കായിട്ട് ദൈവത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. അപ്പോസ്തല പ്രവൃത്തികളിൽ നിന്ന് കഴിഞ്ഞ ദിവസമൊക്കെയും ദൈവവചനം നമുക്ക് ധ്യാനിപ്പാൻ, ചിന്തിക്കുവാൻ ഒക്കെ ദൈവം നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. 8-ാം അധ്യായത്തിലെ ആരംഭ 8 വാക്യങ്ങളാണ് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിപ്പാനിടയായത്. പ്രതികൂലത്തിൻ്റെ നടുവിൽ ചിതറിപ്പോയ ദൈവസഭ അത് ഒരു ദൈവിക പദ്ധതിയായിരുന്നുവെന്നും അങ്ങനെ ചിതറിപ്പോയ ദൈവസഭ അവർ പോയ ഇടങ്ങളിൽ അവിടെയിടങ്ങളായി ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചുകൊണ്ട് സുവിശേഷത്തിൻ്റെ വ്യാപ്തിക്കായി ദൈവം അവരെ ഉപയോഗിക്കുന്ന വിധത്തെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിപ്പാൻ കൊണ്ടുമിടയായി തീർന്നത്. ആ പ്രതികൂലങ്ങളെയെല്ലാം ഒരു അവസരങ്ങളാക്കി ദൈവം മാറ്റുന്നു. അല്ലെങ്കിൽ ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു അവർ വിവിധ ഇടങ്ങളിലേക്ക് കടന്നു പോവുകയും അവിടെയൊക്കെ കർത്താവിൻ്റെ സാക്ഷികളായി തീരുകയും സുവിശേഷം തന്മൂലമായി പല ദേശത്തേക്കും പല ഇടങ്ങളിലേക്കും പടരുവാൻ കൊണ്ടുമിടയായി. ഫിലിപ്പോസ് ശമരിയ എന്ന് പറയുന്ന പട്ടണത്തിൽ അങ്ങനെ കടന്നു വരുവാൻ മുഖാന്തരമാകുന്നു. ആ പട്ടണത്തിൽ വന്ന് ഫിലിപ്പോസ് ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുകയും തന്നിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുകയും തൽഫലമായ അനേകർ ആ പട്ടണത്തിൽ കർത്താവിനെ സ്വീകരിപ്പാൻ കൊണ്ടുമിടയായി തീർന്നു. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അതോടൊപ്പം 1-ാം നൂറ്റാണ്ടിലെ യെരുശലേമിലുണ്ടായിരുന്ന സഭയെക്കുറിച്ച് 3-4 കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. ആരംഭാധ്യായം മുതൽ നമ്മൾ പഠിച്ചു വരുമ്പോൾ ദൈവസഭ കടന്നുപോയ ആ സാഹചര്യങ്ങളിലെല്ലാം അവർ പുലർത്തിയിരുന്ന 4-5 പ്രധാന കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. അതിലേറ്റവും പരമപ്രധാനമായി നമ്മൾ കണ്ടത് ദൈവസഭ 1-ാം അധ്യായത്തിലും 2-ാം അധ്യായത്തില് 4-ാം അധ്യായത്തിലെല്ലാം പ്രാർത്ഥനയിലുറ്റിരുന്ന ഒരു സഭയായിട്ട് നമുക്ക് 1-ാം നൂറ്റാണ്ടിലെ സഭയെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവരുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളിലും പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ദൈവസന്നിധിയിൽ അവർ ഉറ്റിരുന്നതായിട്ട് നമുക്ക് ഇവിടെയൊക്കെയും കാണുവാൻ സാധിക്കുന്നു. 2-ാം അധ്യായത്തിലും 5-ാം അധ്യായത്തിലും ഒക്കെ നമ്മൾ കാണുന്നത് അത്ഭുതങ്ങളും അടയാളങ്ങളും അത് ദൈവസഭയിൽ അവർക്ക് കാണുവാൻ കഴിഞ്ഞു. ദൈവം വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും തൻ്റെ ജനത്തിന് മധ്യേ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്ന സഭയായിട്ട് നമുക്ക് സഭയെ കാണുവാൻ കഴിയുന്നുണ്ട്. 3-ാമതായി നമ്മൾ കണ്ടത് 2-ാം അധ്യായം 4-ാം അധ്യായം, ഈ അധ്യായങ്ങളിലൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആവശ്യങ്ങളിരിക്കുന്നവരെ സഹായിക്കുന്ന സഭ, അതോടൊപ്പം തന്നെ ആരാധന, ദൈവവചന പഠനം, സേവനം, കർത്താവിനെ സാക്ഷിക്കുന്ന അനുഭവം, ഇവയെല്ലാം ദൈവസഭയുടെ മുഖമുദ്രയായിരുന്നു എന്ന് കാണുവാൻ കഴിയും. ഏറ്റവും ഒടുവിലായി നമ്മൾ കണ്ടത് പ്രതികൂലങ്ങളിൽ പതറാതെ നിൽക്കുന്ന, തികഞ്ഞ ദൈവവിശ്വാസത്തോടുകൂടെ ഉറച്ചു നിൽക്കുന്ന, അല്ലെങ്കിൽ പ്രതികൂലങ്ങളെ അഭിമുഖീകരിച്ച സഭയായിട്ട് നമുക്ക് 1-ാം നൂറ്റാണ്ടിലെ സഭയെ കാണുവാൻ കഴിയുന്നു. പ്രതികൂലങ്ങളിൽ കൂടെ ശക്തി പ്രാപിച്ച് മുമ്പോട്ട് വരുന്ന ദൈവസഭയാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഫിലിപ്പോസ് ശമരിയയിൽ വന്ന് ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്നു. തൽഫലമായി അനേകർ ശ്രദ്ധയോടെ ഫിലിപ്പോസ് പ്രസംഗിച്ച സുവിശേഷത്തിന് കാതോർക്കുകയും ശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും അവ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പുറപ്പെടുകയും അനേക പക്ഷപാതക്കാർ, മുടന്തരൊക്കെ സൗഖ്യം പ്രാപിച്ചതായിട്ട് അവിടെ എഴുതിയിരിക്കുന്നു. അങ്ങനെ രക്ഷയോടൊപ്പം തന്നെ ദൈവിക സംസർഗത്തിലേക്ക് ജനം കടന്നു വന്നതോടൊപ്പം തന്നെ അവർക്ക് ശാരീരികമായും അവർക്ക് സൗഖ്യമുണ്ടാകുന്നു. അങ്ങനെ അവർ വളരെ സന്തോഷമുള്ളവരായി, 8-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. 9-ാം വാക്യം മുതൽ നമ്മൾ പഠിച്ചു വരുമ്പോൾ അതിൻ്റെ 25 വരെയുള്ള വാക്യങ്ങളിൽ ഈ അധ്യായത്തിൽ ലൂക്കോസ് പ്രധാനമായി 3-4 ക്യാരക്ടേഴ്സിനെ അല്ലെങ്കിൽ 3-4 വ്യക്തികളെ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. ഒന്ന് നമ്മളിവിടെ കണ്ട ഫിലിപ്പോസ് തന്നെയാണ്. മേശമേൽ ശുശ്രൂഷിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട 7 പേരിൽ ഒരുവനായ ഫിലിപ്പോസിനെ ഇവിടെയാണ് നമ്മൾ
തുടർന്ന് കാണുന്നത്. അവിടെ മേശമേൽ ശുശ്രൂഷിക്കാൻ തിരഞ്ഞെടുത്തുവെങ്കിലും ഫിലിപ്പോസ് ഇവിടെ ശക്തനായ ഒരു സുവിശേഷകനായി ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്നു. തൻ്റെ കയ്യാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നു. ശമര്യയിലെ സുവിശേഷീകരണത്തിനായി ഫിലിപ്പോസിനെ ദൈവം ഉപയോഗിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. രണ്ടാമത്തെ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഈ അധ്യായത്തിൽ നമ്മളതിൻ്റെ 25 വരെ വായിച്ചു വരുമ്പോൾ ശീമോൻ എന്ന് പറയുന്നൊരു വ്യക്തിയാണ്. ആ വ്യക്തിയെക്കുറിച്ചാണ് രണ്ടാമത് നമുക്ക് ഈ അധ്യായത്തിൽ പ്രധാനമായിട്ടും കാണുവാനായിട്ട് കഴിയുന്നത്. മൂന്നാമത് നമ്മൾ വായിച്ചു വരുമ്പോൾ എത്യോപ്യക്കാരനായ ഷണ്ണനെക്കുറിച്ച് ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ പത്രോസിനെ കുറിച്ചും പത്രോസ് എന്ന ദൈവവൃത്തിയൻ അല്ലെങ്കിൽ കർത്താവിൻ്റെ അപ്പോസ്തലനെ കുറിച്ചും നമുക്ക് ഈ അധ്യായത്തിൽ കാണുവാൻ കഴിയും. ഇങ്ങനെ 3-4 പ്രധാന വ്യക്തികളാണ് ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇന്ന് നമ്മൾ വായിക്കുന്ന ഈ വേദഭാഗം 9 മുതൽ വായിച്ചു വരുമ്പോൾ ശീമോൻ എന്നു പേരുള്ളൊരു മനുഷ്യനെ കുറിച്ച് അവിടെ പറയുന്നു. നമുക്കതിന് 9 മുതൽ ചില വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? ഇവിടെയാണ് നമുക്ക് ശീമോൻ എന്ന് പറയുന്ന വ്യക്തിയെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ശീമോൻ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ സൈമൺ എന്ന് പറയുന്ന ഈ വ്യക്തിയെ ലൂക്കോസ് അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹം ഒരു സാധാരണ വ്യക്തിയായിരുന്നില്ല. ആ പട്ടണത്തിൽ, ശമര്യയുടെ ആ പട്ടണത്തിൽ ആഭിചാരം ചെയ്ത് അല്ലെങ്കിൽ മന്ത്രവാദം ചെയ്ത് അവിടെയുള്ള ജനത്തെ മുഴുവനും പരിഭ്രമിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിതം നയിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന് നമുക്കവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ജനത്തെ ഭ്രമിപ്പിക്കുവാനുള്ള കാരണം, 2 കാരണങ്ങളാണ് അവിടെ പറയുന്നത്. ഒന്ന്, 11-ാം വാക്യത്തിൽ ഇവൻ ആഭിചാരം കൊണ്ട് ഏറിയ കാലം അവരെ ഭ്രമിപ്പിക്കയാൽ എന്നവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ തൻ്റെ മന്ത്രവാദം കൊണ്ട് അല്ലെങ്കിൽ ആഭിചാരം കൊണ്ട് ജനങ്ങളെ ഭ്രമിപ്പിക്കുന്ന ഒരു രീതി അല്ലെങ്കിൽ തന്നിലുള്ള ആ ശക്തി നിമിത്തമായി ജനങ്ങൾ അവനെ ഭയത്തോടെ വീക്ഷിച്ചിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. ഒന്നതാണ്. 2, അദ്ദേഹത്തിൻ്റെ ഈ മന്ത്രവാദ പ്രവൃത്തി മാത്രമല്ല, 9-ാം വാക്യത്തിൽ പറയുമ്പോൾ അദ്ദേഹത്തിന് ചില അവകാശവാദങ്ങളൂടെയുണ്ട്. അദ്ദേഹം പറയുന്നത് താൻ മഹാനെന്ന് പറഞ്ഞ് ശമരിയ ജാതിയെ ഭ്രമിപ്പിച്ചു പോന്നു. താൻ മഹാൻ എന്ന് പറഞ്ഞ്, എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം? അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് 10-ാം വാക്യം, ഇവൻ മഹതി എന്ന ദൈവശക്തിയാകുന്നു എന്നും പറഞ്ഞ് ആ ബാലവൃദ്ധം എല്ലാവരും അവനെ ശ്രദ്ധിച്ചു വന്നു. അപ്പോൾ ഈ മന്ത്രവാദം കൂടാതെ തന്നെ ഈ ശീമോൻ എന്ന് പറയുന്ന വ്യക്തി ചില അവകാശവാദങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നത്, താൻ മഹാൻ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ 1-2 വ്യാഖ്യാനങ്ങൾ അതിന് കൊടുക്കാറുണ്ട്. ഒന്ന്, യഹൂദന്മാരെ സംബന്ധിച്ച് ദൈവത്തിന് പകരമായി ശക്തി എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. ദൈവശക്തി അല്ലെങ്കിൽ ശക്തി എന്നുള്ള ഒരു പദം ദൈവത്തിന് പകരമായി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇവൻ ദൈവത്തിങ്കിൽ നിന്ന് ഉത്ഭവിച്ചവനാണ് അല്ലെങ്കിൽ ദൈവത്തിങ്കിൽ നിന്ന് വന്നവനാണ് എന്നുള്ള ഒരു ചിന്ത, ഒരു അവകാശവാദം. നമുക്കറിയാം ഇന്നും അങ്ങനെയുള്ള മനുഷ്യരുണ്ട് അല്ലെങ്കിൽ അവതാരങ്ങളുണ്ട്. ദൈവത്തിൻ്റെ അവതാരങ്ങളെന്ന് പറഞ്ഞ് മനുഷ്യരെ ഭ്രമിപ്പിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യരുടെ ഇടയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. മറ്റൊരു കൂട്ടർ ഈ ശിമോനെ കുറിച്ച് പറയുന്നത്, ദൈവം തന്നിൽ തൻ്റെ വ്യക്തിത്വത്തിലേക്ക് ദൈവം ഇറങ്ങി വന്ന് മനുഷ്യൻ്റെ രക്ഷയ്ക്കായിട്ട് തന്നിലേക്ക് ദൈവം, തൻ്റെ വ്യക്തിത്വത്തിലേക്ക് ദൈവം കുടികൊണ്ടിരിക്കുന്നു എന്നൊരവകാശവാദം. ഇങ്ങനെയൊക്കെയുള്ള പല അർത്ഥങ്ങൾ അതിന് കൊടുക്കാറുണ്ട്. നമുക്കത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. ഇന്നും അങ്ങനെയുള്ള പല അവകാശങ്ങൾ ഉന്നയിക്കുന്നവരും ക്രിസ്തുവിൻ്റെ നാമം തന്നെ എടുത്തുകൊണ്ട് ഞാൻ ക്രിസ്തുവാണ് എന്ന് തന്നെ പറഞ്ഞ് മുന്നോട്ട് വന്ന ഒത്തിരി ചരിത്രങ്ങൾ നമുക്ക്
നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ളൊരു അവകാശവാദം, ഇവൻ മഹദി എന്ന ദൈവശക്തിയാകുന്നു, അപ്പോൾ ദൈവത്തിങ്കിൽ നിന്ന് വന്നിരിക്കുന്നു എന്നുള്ള ഭാവേണ അല്ലെങ്കിൽ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ജനത്തെ ഭ്രമിപ്പിച്ചു പോകുന്നു. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെയാണ് ശിമോൻ എന്ന് പറയുന്ന മനുഷ്യനെ അവിടെ ഉണ്ടായിരുന്ന ജനം ശ്രദ്ധിക്കുകയും ഭയപ്പെടുകയും ഒക്കെ ചെയ്യുവാനുണ്ടായ കാരണം എന്ന് നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിലും 1-ാം നൂറ്റാണ്ടിൽ ദൈവസഭ വളർന്നു വരുന്ന വേളയിലും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നൊക്കെ പറയുന്നത് ഒരു പുതിയ അനുഭവമായിരുന്നില്ല. കർത്താവ് ചെയ്ത അത്ഭുതങ്ങളോടൊപ്പം തന്നെ, അല്ലെങ്കിൽ അപ്പോസ്തലന്മാരുടെ കയ്യാൽ നടന്ന അത്ഭുതങ്ങൾ പോലെ തന്നെ, അന്നുണ്ടായിരുന്ന ഇങ്ങനെയുള്ള വ്യക്തികളിൽ കൂടെയും പല അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവസഭയ്ക്ക് മാത്രമായി അല്ലെങ്കിൽ ദൈവജനത്തിൻ്റെ ഇടയിൽ മാത്രം നടന്നൊരു കാര്യമല്ല. അവിടെയാണ് നമ്മളത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കേണ്ടതിൻ്റെ ആവശ്യകത. പഴയ നിയമം നമ്മൾ പഠിച്ചാലും പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നു, ദൈവം ചെയ്ത അത്ഭുതങ്ങളോടൊപ്പം തന്നെ അന്നുണ്ടായിരുന്ന അതേ മന്ത്രവാദികളും അതേ അത്ഭുതങ്ങൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇന്നത്തെ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ്. അവിടെയാണ് നമ്മൾ വളരെ ആ കാര്യത്തിൽ സൂക്ഷ്മതയുള്ളവരായിരിക്കേണ്ടത്. അപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും എന്ന് പറയുന്നത് ദൈവസഭയ്ക്കകത്ത് ദൈവജനത്തിൻ്റെ ഇടയിൽ മാത്രം ഒതുങ്ങി നിന്നൊരു കാര്യമല്ല. അവിടെയാണ് എങ്ങനെയാണ് നമ്മളതിനെ മനസ്സിലാക്കേണ്ടതെന്നുള്ളതിൻ്റെ പ്രാധാന്യം ഈ കാലങ്ങളിൽ വളരെ ശ്രദ്ധേയമായിരിക്കുന്നൊരു വിഷയമാണ്. പോകട്ടെ, അപ്പോൾ ഇവിടെ ജനത്തെ ഭ്രമിപ്പിച്ചു പോകുന്നു. ഒരർത്ഥത്തിൽ ഇവിടെ അതിനു മുമ്പ് പറഞ്ഞ വാക്യങ്ങളിൽ നമ്മൾ കണ്ടത്, 6-ാം വാക്യത്തിൽ ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളെ പുരുഷാരങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുകയാൽ അവൻ പറയുന്നത് ഏകമനസ്സോടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു എന്നാണ് 6-ാം വാക്യത്തിൽ കാണുന്നത്. അപ്പോൾ അവിടെയും ഫിലിപ്പോസിന്റെ കയ്യാൽ അടയാളങ്ങളും അത്ഭുതങ്ങളും നടക്കുന്നു. ഇവിടെ ശീമോൻ എന്ന് പറയുന്ന വ്യക്തി മന്ത്രവാദം കൊണ്ട് മഹദിയാം ദൈവശക്തിയാകുന്നു എന്ന് പറഞ്ഞ് തൻ്റെ കയ്യിലുള്ള ആ മാജിക്ക് അല്ലെങ്കിൽ തൻ്റെ കയ്യിലുള്ളതായ ആ മന്ത്രവാദം കൊണ്ട് ജനത്തെ ഭ്രമിപ്പിച്ചു പോകുന്ന ഒരു വ്യക്തി. ഇത് രണ്ടും സൈമൾട്ടേനിയസ് ആയിട്ട് ഒരുപോലെ പറഞ്ഞിരിക്കുന്നൊരു കാര്യമാണ് എന്ന് നാം മനസ്സിലാക്കുക. എന്നാൽ അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ താഴോട്ട് നമ്മൾ വായിച്ചു വരുമ്പോൾ പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? ഈ മനുഷ്യനെ സംബന്ധിച്ച്, ഈ ശിമോനെ സംബന്ധിച്ച് പിന്നീട് പറയുന്നത്, നമുക്കിവിടെ മാത്രമേ ശിമോനെ കുറിച്ച് പുതിയ നിയമത്തിൽ കാണുവാൻ കഴിയുന്നുള്ളൂ. ഈ 8-ാം അധ്യായത്തിലാണ്. നമുക്കറിയാം, ഒടുവിൽ അദ്ദേഹം പത്രോസുമായിട്ട് സംഭാഷിക്കുന്ന കാര്യങ്ങളാണ് ഒടുവിൽ നമ്മൾ കാണുന്നത്. ഈ ശിമോൻ പിന്നീട് ശിമോനെ കുറിച്ച് പറയുന്നത്, പിന്നീട് അദ്ദേഹം തൻ്റെതായ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ദുരുപദേശം ദൈവസഭയ്ക്ക് ഉള്ളിലേക്ക് കടന്നു വരാനൊക്കെ അത് മുഖാന്തരമായെന്നും, പിന്നീട് ജ്ഞാനവാദം എന്ന് പറയുന്ന, നോസ്റ്റിസിസം എന്ന് പറയുന്നൊരു പ്രസ്ഥാനത്തിന് തന്നെ നേതൃത്വം കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ ചരിത്രത്തിൽ വേണ്ടതുപോലെ തെളിവുകളില്ല എന്ന് പറയുന്നവരുമുണ്ട്. എന്തായിരുന്നാലും ഈ ശിമോനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദൈവവചനം പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ നമ്മളതിൽ നിന്ന് മനസ്സിലാക്കുന്നത് നമ്മുടെ ഇന്നത്തെ ആത്മീയ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ്. ഈ ശിമോൻ എന്ന് പറയുന്ന വ്യക്തി നമ്മൾ താഴോട്ട് വായിച്ചു വരുമ്പോൾ 12-ാം വാക്യത്തിൽ കാണുന്നത്, ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു. അപ്പോൾ ആ പട്ടണത്തിൽ നടന്ന ദൈവത്തിന്റെ പ്രവൃത്തിയെ വിശദീകരിക്കുന്ന ഒരു വാക്യമാണത്. ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അത് അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഫിലിപ്പോസ് പ്രസംഗിച്ച സുവിശേഷത്തെ അവർ വിശ്വസിച്ചപ്പോൾ എന്നാണ് അതിന്റെ അർത്ഥം. അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു. അപ്പോൾ സുവിശേഷത്തിനകത്ത് ആ വാക്യത്തിൽ തന്നെ വ്യക്തമാണ്, രക്ഷയുണ്ട്, സ്നാനം, ഇതെല്ലാം അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്.
യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിച്ച സ്ഥാനത്ത് അവർ സ്നാനമേറ്റെന്ന് എഴുതിയിരിക്കുകയാണ്. അടുത്ത വാക്യമാണ് ശീമോന്റെ മാനസാന്തരത്തെ കുറിച്ച് എഴുതിയിരിക്കുന്ന വാക്യം. 13-ാം വാക്യം വായിച്ചാട്ടെ. ഇവിടെ വളരെ ചിന്തനീയമായ ഒരു കാര്യം, ശീമോൻ താനും വിശ്വസിച്ച് സ്നാനമേറ്റ്. അപ്പോൾ മുമ്പ് ആ പുരുഷാരം അല്ലെങ്കിൽ സ്ത്രീകളും പുരുഷന്മാരും എങ്ങനെ സുവിശേഷത്തോട് പ്രതികരിച്ചോ അതേ രീതിയിൽ തന്നെ ഇവിടെ എഴുതിയിരിക്കുകയാണ്. ഫിലിപ്പോസും എന്ത് ചെയ്തു? ശീമോനും വിശ്വസിച്ച് സ്നാനമേറ്റു. നമ്മളങ്ങനെയല്ലേ പറയുന്നത്, വിശ്വസിച്ച് സ്നാനമേൽക്കുക. അതേ പാറ്റേണിൽ തന്നെ ശീമോൻ വിശ്വസിച്ചു, സ്നാനമേറ്റു എന്ന് മാത്രമല്ല ഫിലിപ്പോസിനോട് ചേർന്ന് നിന്നു എന്നാണ് മലയാളത്തിൽ. എന്നാൽ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ഈ ഫോളോഡ് ഫിലിപ്പ് എവരിവെയർ എന്നാണ്. എല്ലായിടത്തും ഫിലിപ്പിനോടൊപ്പം അല്ലെങ്കിൽ ഫിലിപ്പോസിനോടൊപ്പം സഞ്ചരിച്ചെന്ന് എഴുതിയിരിക്കും. ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ അക്ഷരികമായിട്ട് ഒരാളുടെ അടുത്ത് നിൽക്കുന്നതിനെ കുറിച്ചല്ല. ഫിലിപ്പോസ് എന്താണോ ചെയ്തുകൊണ്ടിരുന്നത്, ഫിലിപ്പോസ് ചെയ്തുകൊണ്ടിരുന്നത് സുവിശേഷ വേലയാണ്. അപ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഫിലിപ്പോസിനോടൊപ്പം സുവിശേഷ വേലയിലും ആര് പങ്കുവഹിക്കാൻ തുടങ്ങി? ശിമോൻ പങ്കുവഹിക്കാൻ തുടങ്ങി എന്നാണ് എൻ്റെ അർത്ഥം. ഫിലിപ്പോസ് എവിടെയെല്ലാം പോകുന്നു അവിടെയെല്ലാം തന്നോടൊപ്പം യാത്ര ചെയ്യാൻ ശീമോനും ഉണ്ടായിരുന്നു. ഇംഗ്ലീഷിലത് ക്ലിയറാണ്. ഈ ഫോളോഡ് ഫിലിപ്പ് എവരിവെയർ. എല്ലായിടങ്ങളിലും ഫിലിപ്പോസിനോടൊപ്പം താൻ സഞ്ചരിച്ചു എന്ന് കാണുവാനായിട്ട് കഴിയും. ഇവിടെയാണ് ഈ ശീമോനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് വളരെ ചിന്തനീയമായ ഒരു കാര്യം, പിന്നീടുള്ള അടുത്ത ഭാഗം വായിക്കുമ്പോൾ ഇപ്പോൾ ഈ ശീമോന്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകുകയാണ്, ഒരു വ്യത്യാസം ഉണ്ടാകുകയാണ്. നമുക്കറിയാം, പിന്നീട് ഈ ശീമോൻ എന്ന് പറയുന്ന വ്യക്തി വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നില്ല. അല്ലെങ്കിൽ ഒരു വിശ്വാസിയായി തന്നെ ശീമോനെ പരിഗണിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ശീമോന്റെ വിശ്വാസം ഒരു അഭിനയമായിരുന്നോ എന്നൊരു ചോദ്യം ഇവിടെ വളരെ പ്രസക്തമാണ്. അവിടെയാണ് നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യം. ഇവിടെ ദൈവവചനം പറഞ്ഞിരിക്കുന്നത് ശീമോൻ താനും വിശ്വസിച്ച് സ്നാനമേറ്റ് ഫിലിപ്പോസിനോട് ചേർന്ന് നിന്നു. അവിടെയൊന്നും ഒരു സംശയത്തിനിട നൽകാതെയാണ് ദൈവത്തിൻ്റെ വചനത്തിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചിലർ പറയുന്നത് അദ്ദേഹത്തിൻ്റെ മാനസാന്തരം ശരിയായിരുന്നില്ല, അതുകൊണ്ടാണ് പിന്നീട് ശീമോൻ തെറ്റിപ്പോയതെന്നാണ്. നമ്മുടെ പ്രായോഗിക ജീവിതത്തിലും ചിലർക്ക് ഇങ്ങനെ പിന്മാറ്റത്തിലൊക്കെ പോവുകയോ അല്ലെങ്കിൽ വിശ്വാസത്തിൽ വന്നിട്ട് നിലനിൽക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്നതിനെ കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ അങ്ങനെയുള്ളതായ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടില്ലേ, അത് ശരിയായൊരു പറഞ്ഞിട്ടില്ലേ, ശരിയായൊരു മാനസാന്തരം അല്ലായിരുന്നു എന്ന് പറയാറുണ്ട്. പക്ഷെ നമ്മൾ ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ ഈ ശീമോൻ ഒരു ഉദാഹരണമാണ്. നമുക്ക് വിധിക്കാൻ കഴിയില്ലെങ്കിലും ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതിനെക്കുറിച്ച് ഒരു ചിന്തകൻ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഈ വിശ്വാസം ഇവിടെ പറഞ്ഞിരിക്കുന്നു. ശീമോൻ താനും വിശ്വസിച്ച്, ദൈവത്തിൽ പറഞ്ഞിരിക്കുന്നു, വിശ്വസിച്ച് സ്നാനമേറ്റു. അപ്പോൾ ആ വിശ്വാസത്തെ നമുക്ക് എങ്ങനെയാണൊന്ന് നിർവചിക്കാൻ സാധിക്കുക? അപ്പം ഞാൻ അതിന് ഒരു ചിന്തകന് കാൽവിൻ പറഞ്ഞിരിക്കുന്ന ഒരു ചിന്തയുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സം മിഡിൽ പൊസിഷൻ ബിറ്റ്വീൻ ഫെയ്ത്ത് ആൻഡ് മിയർ പ്രിറ്റൻസ് എന്നാണ്. അതായത് ഈ ശീമോന് സംഭവിച്ചതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു പക്ഷേ വിശ്വസിച്ചോ എന്ന് ചോദിച്ചാൽ വിശ്വസിച്ചു, എന്നാൽ കുറച്ചൊക്കെ അഭിനയമായിരുന്നു എന്നാണ് കാൽവിൻ അദ്ദേഹത്തെക്കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞത്. ഇതൊക്കെ ഒരു അഭിപ്രായങ്ങളാണ്. നമുക്ക് ഇവിടെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് വിശ്വസിച്ചെന്നാണ്. ഇനി വചനത്തിൽ നിന്ന് തന്നെ അതിനൊരു വ്യാഖ്യാനം കൊടുക്കാനായിട്ട് ശ്രമിച്ചാൽ ഒരു കൂട്ടർ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വചനത്തിൽ വിശ്വാസം അഭിനയിക്കുന്നതിനെ കുറിച്ചും പുതിയ നിയമത്തിൽ അങ്ങനെ വലിയ വ്യത്യാസങ്ങൾ കാണിച്ചിട്ടില്ല. പലയിടത്തും അതിന് എക്സ്പ്ലനേഷൻ ഇല്ല. വിശ്വസിച്ചെന്ന് പറയുന്നിടത്ത് വിശ്വസിച്ചിട്ടുണ്ട്, എല്ലായിടത്ത് അവിശ്വസിച്ചെന്നും പറഞ്ഞിട്ടുണ്ട്. അതിനൊരു
ചെറിയ ഒരു വിശദീകരണമെങ്കിലും ഉള്ളത് യാക്കോബ് ഈ വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, ദൈവം ഏകനെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ഒരു ചോദ്യമുണ്ട്, ആ വാക്യം ഒന്ന് വായിക്കാമോ? യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യമാണ്, 14-ാം വാക്യമാണ്. ഒന്ന് വായിക്കാമോ? യാക്കോബിന്റെ ലേഖനം. ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം, നല്ല വിശ്വാസമാണ് അത്. പിശാചുക്കളും അങ്ങനെ തന്നെ വിശ്വസിക്കുകയും. അപ്പൊ അവിടെ ഒരു വേർതിരിവാണ് ആ വിശ്വാസം കൊണ്ട് മാത്രം. അപ്പൊ ആ വിശ്വാസത്തിന് എന്തോ ഒരു പോരായ്മയുള്ളതായിട്ടാണ് യാക്കോബ് പറയുന്നത്. എന്നിട്ട് അടുത്ത വാക്യത്തിൽ വാസ്തവത്തിൽ അത് വിശ്വാസവും പ്രവൃത്തിയും തമ്മിലുള്ളൊരു വിശദീകരണമാണ്. അടുത്ത വാക്യത്തിൽ അത് പറയുന്നുണ്ട്. വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം. അപ്പൊ അവിടെ യാക്കോബ് പറയുന്നുണ്ട് അതൊരു വ്യർത്ഥ വിശ്വാസമാണ്. വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം. അപ്പം അവിടെ മാത്രമാണ് ഒരു വിശ്വാസത്തിന് ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ ഒരു പൂർണ്ണത വരാത്തൊരു വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ മറ്റിടങ്ങളിലൊന്നും അങ്ങനെ വലിയ വിശദീകരണങ്ങളില്ല. അപ്പം അതുകൊണ്ട് യാക്കോബ് അവിടെ വിശ്വാസവും പ്രവൃത്തിയും എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ച് ദൈവജനത്തോട് പറയുന്നൊരു ഭാഗമാണ്. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശീമോൻ മറ്റുള്ളവരെ പോലെ തന്നെ, ആ ദേശനിവാസികളെ പോലെ തന്നെ ശീമോനും ദൈവരാജ്യത്തെക്കുറിച്ചും ക്രിസ്തുവിനെക്കുറിച്ചുള്ള സുവിശേഷവും കേട്ടപ്പോൾ എന്ത് ചെയ്തു? വിശ്വസിച്ചു. വിശ്വസിക്കുകയും സ്നാനപ്പെടുകയും ചെയ്തു. ഇനി നമ്മുടെ രീതി പറഞ്ഞാൽ ഇച്ചിരെങ്കിലും സംശയം ഉണ്ടായിരുന്നേ ഫിലിപ്പോസ് ഈ ശീമോനെ സ്നാനപ്പെടുത്തുമായിരുന്നു. അങ്ങനെ ഒരു ചോദ്യം അവിടെ ഇല്ലേ? നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ ഇച്ചിരി നോക്കാം എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനൊന്നും ശീമോനും ഈ ഫിലിപ്പോസിനും ഒരു സംശയം തോന്നുന്നില്ല. അവിടെ സ്നാനമേറ്റു. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം, ദൈവമക്കളായി നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ടത്, ഒരാൾ വഴിതെറ്റിപ്പോയാൽ ദൈവസ്നേഹം നകന്നു പോകുമ്പോൾ നമുക്ക് മാനുഷ്യമായി പല കാര്യങ്ങൾ പറയാം. ഒന്നുകിൽ അവന് വിശ്വാസം ശരിയല്ലായിരുന്നെന്നോ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാനസാന്തരം ശരിയല്ലായിരുന്നെന്നോ. എന്നാൽ അത് മാത്രമല്ല അതിൻ്റെ കാരണങ്ങൾ. നമുക്കറിയാം ഇന്ന് ലോകത്തിൽ മനുഷ്യരെ പാപത്തിൻ്റെ വഴിയിലേക്ക് തിരിച്ചുവിടുന്ന വിശ്വാസികളെന്ന് അഭിമാനിക്കുന്നവർ പോലും, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ നാളുകളായി നിലനിൽക്കുന്നു എന്ന് ചിന്തിക്കുന്നവർ പോലും, നമ്മൾ ലേഖനങ്ങളൊക്കെ പഠിച്ചു വരുമ്പോൾ വളരെ ശക്തമായി പറയുന്നുണ്ട്, ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് ഓരോ ദിവസവും കർത്താവിനോടുള്ള അഭേദ്യമായ ബന്ധത്തിൽ നിന്ന് വളർന്നു വരുന്നതാണ്. നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളരുത് പറയുന്നുണ്ട്. അപ്പം അവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് വിശ്വാസം തെറ്റായി പോയതുകൊണ്ടോ ഇറങ്ങിത്തിരിച്ച അനുഭവങ്ങൾ തെറ്റായതുകൊണ്ടോ ഒന്നും മാത്രമാകണമെന്നില്ല. ഒരുപക്ഷെ അങ്ങനെ സംഭവിക്കാം. അടിസ്ഥാനമില്ലാതെ പോയാൽ, വിശ്വാസത്തിനൊരു സ്ഥിരതയില്ലാതെ പോയാൽ, ആ ദൈവീയ പദ്ധതിക്കനുസരിച്ച് ഇവിടെ ഒരു കൂട്ടർ പറയുന്നത്, ഈ ശീമോന് ഫിലിപ്പോസിനെ കണ്ടപ്പോൾ തനിക്ക് തോന്നിയത്, തന്നേക്കാൾ നല്ല മാജിക്ക് ചെയ്യാൻ അറിയാവുന്ന ഒരാളാണ് ആര്? ഫിലിപ്പോസ്. അതുകൊണ്ട് ഇത് കൊള്ളാമല്ലോ എന്ന് വിചാരിച്ച് കൂടിയതാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് അതൊന്നുമല്ല. അപ്പം അദ്ദേഹത്തിന് തന്നെ അതിൽ നിലനിൽക്കാൻ പറ്റാതെ തിരിഞ്ഞുപോയി എന്ന് ഒരു സ്വാഭാവികമായ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നവരുണ്ട്. ഒരു പക്ഷേ അങ്ങനെയാകാം. പക്ഷെ ഇതൊന്നും അവിടെ ദൈവവചനത്തിലൊന്നും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ അത്ഭുത പ്രവൃത്തികളൊക്കെ നടക്കുന്ന കണ്ടിട്ട് ഒരു പക്ഷേ എനിക്കിത് വേണം, അല്ലെങ്കിൽ തൻ്റെ മഹത്വത്തിനായിട്ട് എനിക്കിത് വേണമെന്നൊരു ചിന്ത തന്നെ മനസ്സിലുണ്ടായി. അത് പിന്നീടുണ്ടായതാണെന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാമല്ലോ. ഇറങ്ങിത്തിരിച്ചപ്പോൾ നല്ല വിശ്വാസത്തോടെ, നല്ല തീരുമാനത്തോടെ ദൈവരാജ്യത്തിനു വേണ്ടി നിൽക്കുകയും ഫിലിപ്പോസിനോടൊപ്പം യാത്ര ചെയ്യുകയൊക്കെ ചെയ്തൊരാൾ. നമുക്ക് എത്രയോ ഉദാഹരണങ്ങൾ അങ്ങനെ കാണാൻ സാധിക്കും. ധീരതയോടെ കർത്താവിന് വേണ്ടി നിന്ന് എത്രയോ പേര്, ഒരു കാലത്ത് വിശ്വസ്തയോടെ കർത്താവിനെ സേവിച്ച എത്രയോ പേര് പിൽക്കാലത്തെ വിശ്വാസത്തെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ വിശ്വാസം തെറ്റായിരുന്നു എന്ന് പറയാൻ കഴിയുമോ? ഞാൻ പറഞ്ഞു, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ശിമോനെ കുറിച്ചുള്ള ചിന്ത അവിടെ വിടുകയാണ്. എന്താണ് ശിമോന് സംഭവിച്ചത്? താഴോട്ട് നമ്മൾ വരുമ്പോൾ ഇത് നമ്മുടെ ഉള്ളിൽ ഒരു ചോദ്യമായി നിൽക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. വിശ്വാസ ജീവിതത്തിൽ നമ്മളെ സൂക്ഷിക്കേണ്ട ഒരു കാലയളവാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? വായിച്ചാട്ടെ. ഈ വാക്യം ശ്രദ്ധിക്കുക. അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, അനന്തരം യെരൂശലേമിലുള്ള അപ്പോസ്തലന്മാർ ശമര്യർ
ദൈവവചനം കൈക്കൊണ്ടു എന്ന് കേട്ട്. ഇത് ലൂക്കോസ് വളരെ മനഃപൂർവ്വം എഴുതിയിരിക്കുന്ന ഒരു പദമാണ്. വാസ്തവത്തിൽ നമ്മുടെ ഭാഷ പറഞ്ഞാൽ അവിടെ നടന്ന പല കാര്യങ്ങളും വെച്ച് നോക്കിയാൽ അപ്പോസ്തലന്മാർ കേൾക്കേണ്ടത് എന്താ കേൾക്കട്ടെ? ദൈവവചനം പ്രസംഗിച്ചു എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. നമ്മുടെ ഇന്നത്തെ സാഹചര്യം വെച്ച് നോക്കിയാട്ടെ, ഫിലിപ്പോസിൻ്റെ കയ്യാൽ എന്തെല്ലാം നടന്നു? അത്ഭുതങ്ങൾ നടന്നു, അടയാളങ്ങൾ നടന്നു, അശുദ്ധാത്മകൾ ബാധിച്ചവർ പോയി, അവരിൽ നിന്ന് അത് പുറപ്പെട്ടു പോയി. പിന്നെ പക്ഷപാതക്കാര്, മുടന്തര്, എന്തോരം അത്ഭുതങ്ങൾ അവിടെ നടന്നേ അല്ലേ? വാസ്തവത്തിൽ ഇതാണ് ആദ്യം വാർത്തയാകേണ്ടത് അല്ലേ? എന്നാൽ ഇവിടെ എഴുതിയിരിക്കുന്ന അങ്ങനല്ല. ലൂക്കോസ് അത് വളരെ ശ്രദ്ധയായിട്ട് എഴുതിയിരിക്കുക. അനന്തരം യെരൂശലേമിലുള്ള അപ്പോസ്തലന്മാർ എന്ത് കേട്ടെന്നാ? ഇതൊന്നും കേട്ടെന്നല്ല, ഇതൊക്കെ അതിനകത്തുണ്ട്. പക്ഷെ അവർ കേട്ടത് എന്താ? ശമരിയർ ദൈവവചനം കൈക്കൊണ്ടു. അത് ഈ ലൂക്കോസ് ആദ്യമായിട്ട് എഴുതുന്നതല്ല. നിങ്ങൾ ഓരോ സുപ്രധാന ഘട്ടങ്ങളിലും ലൂക്കോസ് ഇത് ആവർത്തിച്ച് എഴുതുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. നമ്മൾ പത്രോസിൻ്റെ പ്രസംഗം നമ്മൾ പഠിച്ചു 2-ാം അധ്യായത്തിൽ 41-ാം വാക്യം. പത്രോസിൻ്റെ പ്രസംഗം ഇങ്ങനെ പറഞ്ഞു വരുന്ന വേളയിൽ, അല്ലെങ്കിൽ പത്രോസിൻ്റെ പ്രസംഗാനന്തരം അവർ പത്രോസ് സംസാരിച്ച ദൈവവചനം അവർ കൈക്കൊണ്ടു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞ് നമ്മൾ 8-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ ഇത് കണ്ടു. 11-ാം അധ്യായത്തിൽ വരുമ്പോൾ 11-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഒന്ന് വായിക്കാമോ? കൊർന്നല്യോസിന്റെ ഭവനത്തിൽ ചെന്ന് ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ അവരെന്ത് ചെയ്തെന്ന 11-ന്റെ 1, ജാതികളും ദൈവവചനം കൈക്കൊണ്ടു. അപ്പോൾ അടയാളങ്ങളും അത്ഭുതങ്ങൾക്കുമുള്ള സ്ഥാനം എവിടെയാണ് നമ്മൾ മനസ്സിലാക്കണം. പെന്തക്കോസ്ത് നാളിലെ പ്രസംഗം ഒരു ചെറിയ കാര്യമായിരുന്നില്ല. അവിടെയും ജനം ദൈവവചനം കൈക്കൊണ്ടു. 8-ാം അധ്യായത്തിൽ വരുമ്പോഴും ഇവിടെ എത്രയോ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു. പക്ഷെ അതൊന്നുമല്ല ഇവിടെ വിഷയം. ഇനി ഒന്നുകൂടെ പറഞ്ഞാൽ ആര് പറഞ്ഞെന്നുള്ളതുമല്ല അവിടെ വിഷയം. അവിടുത്തെ വിഷയം ഇതാണ്: ജനം ദൈവത്തിൻ്റെ വചനം കൈക്കൊണ്ടു. പ്രൈസ് ദി ലോർഡ്. അഥവാ കർത്താവിനെ അവർ സ്വീകരിച്ചു. നമ്മൾ ദൈവവചനം ഇന്ന് പ്രസംഗിക്കപ്പെടുന്നുണ്ട് പല നിലകളിൽ. എന്നാൽ നമുക്കറിയാം, പലരും ദൈവവചനം കൈക്കൊള്ളുവാനാണോ അതോ ഈ അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെയും പുറകാലെ? ഒരു ഭക്തൻ അതിനെക്കുറിച്ച് പറഞ്ഞത്, ഈ നോട്ടീസിൽ നിന്ന് ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും അങ്ങ് മാറ്റിയാൽ പല യോഗങ്ങൾക്കും ഇന്നാൾ കാണത്തില്ലെന്ന് പറയുക. ശരിയാണ്. ഒരു പക്ഷേ സുവിശേഷ യോഗമൊന്നേ പണ്ടൊക്കെ ഉള്ളായിരുന്നു. എന്നാൽ അതിനകത്ത് രോഗശാന്തിയും ഭൂതശാന്തിയും ഒക്കെ ഉണ്ടായിരുന്നു, നമ്മൾ അനുഭവിച്ചിട്ടുള്ളവരാണ്. എന്നാൽ ഇന്ന് അതിനേക്കാൾ ഉപരി ആ നോട്ടീസുകളിലെല്ലാം മറ്റു പല പരസ്യങ്ങളും വ്യക്തികളുടെ പടവും ഒക്കെയാണ് കൂടുതൽ. ഇടുന്നുകൊണ്ട് തെറ്റുണ്ടോന്നല്ല ഞാൻ പറഞ്ഞത്, ആളെ തിരിച്ചറിയാനൊക്കെ നല്ലതായിരിക്കാം. എന്നാൽ അദ്ദേഹം അതിനോട് ചേർത്ത് പറഞ്ഞത്, ഇതില്ലെങ്കിൽ ആ മീറ്റിങ്ങിന് വരുന്നവരിൽ ഒരു 4-1 പകുതി ആൾക്കാരും അതിന് വരത്തില്ല. പകുതി ആളുകളും ഇന്ന് നമ്മൾ ഈ പറയുന്ന പല യോഗങ്ങൾക്കും പോകുന്നത് ഇതുള്ളതുകൊണ്ടാണ്. ഇതിനു വേണ്ടിയാണ് പോകുന്നത്. ഞാൻ പൊതുവായി പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞു വന്നത്, ലക്ഷ്യമെന്താണ്? ദൈവവചനം കേൾക്കണം, ഒരു കർത്താവുമായൊരു ബന്ധത്തിലേക്ക് വരണം. അത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ യെരൂശലേമിലുള്ള അപ്പോസ്തലന്മാർ അവർ കേട്ടത്, അവർ കേൾക്കേണ്ടതാ കേട്ടു. അവർ ദൈവവചനം കൈക്കൊണ്ടു. ജനം ദൈവത്തിൻ്റെ വചനം കൈക്കൊണ്ട് അവർ കർത്താവിൻ്റെ കുഞ്ഞുങ്ങളായി മാറിയിട്ടുണ്ട്. ഒരു ക്രിസ്തുവിനെ സ്വീകരിച്ചിട്ടുണ്ട്. ദൈവവചനം കൈക്കൊണ്ടു എന്ന് കേട്ട് പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുക്കലേക്ക് അയക്കുകയാണ്. പത്രോസിനെയും യോഹന്നാനെയും ഈ ശമരിയ പട്ടണത്തിലേക്ക് അയക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. യോഹന്നാനെ കുറിച്ച് 1-2 കാര്യങ്ങൾ നമ്മളിവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം. യോഹന്നാനെ കുറിച്ച് നമ്മൾ മുന്നും വായിക്കുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന ഈ യോഹന്നാനെ കുറിച്ച് പറയുന്നത് എന്താണ്? യോഹന്നാനാണ് 9-ാം അധ്യായം, ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 51 മുതൽ വായിച്ചു വരുമ്പോൾ ഈ ശമരിയ നിവാസികളെ കുറിച്ച് യോഹന്നാൻ പറഞ്ഞൊരു കാര്യം അവിടെ നമ്മൾ കാണുന്നുണ്ട്. ഒന്ന് വായിക്കാമോ? 9-ന്റെ 51 മുതൽ. തനിക്ക് മുമ്പായി ദൂതന്മാരെ അയച്ചു. അവിടെ അവനെ കൈക്കൊണ്ടില്ല. അങ്ങനെ ഒരു സന്ദർഭം അവിടെ ഉണ്ടായി. ഉടനെ
യോഹന്നാനും ആ കൂട്ടത്തിലുണ്ട്. യാക്കോബും യോഹന്നാനും അത് കണ്ടിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്തുവാ? കർത്താവേ, ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്തു നിന്ന് തീ ഇറങ്ങി. അപ്പോൾ വാസ്തവത്തിൽ ഈ ശമരിയരുടെ നാശം കാണാൻ ആഗ്രഹിച്ച ഒരാളാണ് യോഹന്നാൻ. എന്നാൽ ഇവിടെ രക്ഷിക്കപ്പെട്ട് ഒരു കൂട്ടർ കർത്താവിനെ അറിഞ്ഞപ്പോൾ ഈ അപ്പോസ്തലന്മാർ തിരഞ്ഞെടുത്ത് അയച്ചവരിൽ ആരും ഉണ്ടായിരുന്നു? യോഹന്നാനും ഉണ്ടായിരുന്നു. ഇന്ന് പോകുന്നത് അവരുടെ നാശം കാണാനല്ല, ഒരു കൂട്ടർ കർത്താവിനെ അറിഞ്ഞത് കാണുവാൻ, രക്ഷിക്കപ്പെട്ടത് കാണുവാൻ, ദൈവവചനം കൈക്കൊണ്ടത് കാണുവാനായിട്ട് യോഹന്നാൻ അവിടെ ചെല്ലുകയാണ്. യോഹന്നാൻ അങ്ങനെ ചെന്നു. ഈ യോഹന്നാനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർപ്പിച്ചാൽ, അപ്പോസ്തല പ്രവൃത്തി നമ്മൾ യോഹന്നാനെ കുറിച്ച് അധികം കാണുന്നില്ല, യോഹന്നാൻ അധികം സംസാരിക്കുന്നില്ല. നമ്മൾ 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പത്രോസിൻ്റെ കൂടെ യോഹന്നാനെ കാണുന്നുണ്ട്. 4-ാം അധ്യായത്തിലും 13-14 വാക്യങ്ങളിൽ, 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ, 4-ാം അധ്യായത്തിൻ്റെ 13-14 ഇവർ പഠിപ്പില്ലാത്തവരും എന്നൊക്കെ പറയുന്ന ആ വാക്യത്തിൽ യോഹന്നാൻ, പത്രോസ്, യോഹന്നാൻ എന്ന് കാണുന്നുണ്ട്. പിന്നീട് നമ്മൾ യോഹന്നാനെ കുറിച്ച് കാണുന്നത് 12-ാം അധ്യായത്തിലാണ്. 12-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവർ വാൾ കൊണ്ട് കൊന്നു. അവിടെ യോഹന്നാന്റെ ഒരു പേരിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് നമ്മൾ യോഹന്നാനെ കുറിച്ച് അപ്പോസ്തല പ്രവൃത്തി വായിക്കുന്നില്ല. യോഹന്നാൻ അധികം സംസാരിക്കുന്നില്ല. പത്രോസാണ് കൂടുതൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അത് സന്ദർഭവശാൽ പറഞ്ഞെന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പത്രോസിനെയും യോഹന്നാനെയും അപ്പോസ്തലന്മാർ ശമരിയയിലേക്ക് അയക്കുകയാണ്. ഇവിടെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് 15-ാം വാക്യം. അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിനായിട്ട് അവർക്കായി പ്രാർത്ഥിച്ചു. അപ്പോൾ ചിലർ പറയുന്നത് അവിടെ എഴുതിയിരിക്കുന്ന അവർക്കായി പ്രാർത്ഥിക്കാനാണ് പോയത്. വലിയ പ്രസംഗമൊന്നും അവിടെ കഴിച്ചില്ലെന്ന് പറയുന്നവരുണ്ട്, ഉപദേശിച്ചില്ലെന്ന് പറയുന്നവരുണ്ട്, ഒരു പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്തുള്ളൂ എന്ന് പറയുന്നവരുണ്ട്. നമുക്കറിയാം അവിടെ പ്രാർത്ഥനയെന്ന് എഴുതിയിരിക്കുന്നത് ദൈവസഭയെ സംബന്ധിച്ചിടത്തോളം നമുക്കത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. നിശ്ചയമായിട്ട് അപ്പോസ്തലന്മാർ ചെന്നപ്പോൾ അവരെന്ത് ചെയ്ത് കാണും? ദൈവത്തിൻ്റെ വചനം പറഞ്ഞു കാണും. അവർക്കറിയാവുന്ന കാര്യങ്ങൾ അപ്പോസ്തലന്മാരെന്നുള്ള നിലയിൽ ദൈവസഭയെ ഉപദേശിക്കേണ്ട കാര്യങ്ങളൊക്കെ അവർ ഉപദേശിച്ച് കാണും എന്ന് നമുക്ക് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. ഇവിടെ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു. അടുത്ത വാക്യം അപ്പോസ്തല പ്രവൃത്തിയിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു വാക്യമാണെന്നായിട്ടാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. ആ വാക്യം എന്താണെന്നറിയാവോ? അന്നുവരെ അവരിൽ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല. അവർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നാനം ഏറ്റിരുന്നതേ ഉള്ളൂ. ഇത് ധാരാളം ചിന്തകൾക്കും അഭിപ്രായങ്ങൾക്കും ഒക്കെ ഇട നൽകുന്ന ഒരു വാക്യമാണ് ക്രൈസ്തവ സമൂഹത്തിൽ. കത്തോലിക്കരുടെ ഇടയിലായിരുന്നാലും പ്രൊട്ടസ്റ്റന്റുകാരുടെ ഇടയിലായിരുന്നാലും ഒക്കെ ധാരാളം ചിന്താഗതികൾ ഈ വാക്യത്തിൽ നിന്ന് ഉടലെടുക്കുന്നുണ്ട്. അവരുടെ ഉപദേശ സംബന്ധമായ കാര്യങ്ങളിൽ ഈ വാക്യം ഒരു പ്രധാന വിഷയമാണ്. നമ്മൾ അത്രയും ആഴത്തിലേക്ക് പോകുന്നില്ല. എങ്കിലും 1-2 കാര്യങ്ങളിലൂടെ പറയുന്നത്, അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു. അവിടെ ഒരു ചോദ്യമുണ്ട്, ഇവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചില്ല എന്നെങ്ങനെയാണ് അപ്പോസ്തലന്മാർ അറിഞ്ഞത്? 2, ഇവർ പ്രാർത്ഥിച്ചപ്പോൾ ഇവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു എന്ന് ഇവരെങ്ങനെ അറിഞ്ഞു? ഇവിടെ പറയാം, ഇവർ ചെന്നപ്പോൾ ഇവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു. എന്തിനാ പ്രാർത്ഥിച്ചത്? അടുത്ത വാക്യത്തിൽ പറയാം, അന്ന് വരെ അവരിൽ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ അപ്പോസ്തലന്മാർ അത് അറിഞ്ഞത്? നമുക്ക് ആ ടെക്സ്റ്റിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഒന്നുമില്ല. എങ്ങനെയായിരിക്കും അവർ അറിഞ്ഞത്? അപ്പം അത് ഈ പറഞ്ഞ പോലെ ദൈവവചനത്തിൽ കൂടെ നമ്മൾ ചിന്തിക്കുകയാണ്. അപ്പോൾ ഒരു കൂട്ടർ പറയുന്ന അപ്പോസ്തലന്മാർക്കൊരു വിവേചനപരമുണ്ടല്ലേ, ഒരാൾ ആത്മാവ് പ്രാപിച്ചാണോ ഇല്ലയോന്ന് അറിയാനുള്ളൊരു വിവേചനപരം അപ്പോസ്തലന്മാർക്ക് ഉണ്ടായിരുന്നിരിക്കണം. ശരിയാണ്, നമ്മൾ അതിനെ നിഷേധിക്കുന്നില്ല. ദൈവദാസന്മാർക്ക് അല്ലെങ്കിൽ അപ്പോസ്തലന്മാർക്ക് ദൈവം ചിലർക്കൊരു വിവേചനപരം കൊടുക്കുമല്ലോ, ഇല്ലേ? ആളുകളെ കാണുമ്പോൾ, അവരുടെ രീതികൾ കാണുമ്പോൾ ഒക്കെ അറിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇവർ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പക്ഷെ അവരുടെ രീതി കണ്ടപ്പം
അല്ലെ അവരെ ദൈവാത്മാവിനാൽ അപ്പോസ്തലന്മാർ വിവേചിച്ചപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇവരുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നില്ല. അങ്ങനെ ആയിരിക്കാം എന്ന് പറയുന്നുണ്ട്. മറ്റൊന്ന്, അവർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റിരുന്നതേ ഉള്ളൂ, അവരവരുടെ മേൽ കൈവച്ചപ്പോൾ. അപ്പോൾ ഒരു കൈവപ്പ് എന്നുള്ളൊരു വിഷയം അതിനകത്ത് വരുന്നുണ്ട്. അതും ഞാൻ പറഞ്ഞല്ലോ ക്രിസ്തീയ കോളത്തിൽ വളരെ ചർച്ചയായ, പിന്നീട് അപ്പോസ്തലന്മാരുടെ അധികാരത്തെക്കുറിച്ചും ഇന്നുള്ള സഭാ മേലധ്യക്ഷന്മാരുടെ കൈവപ്പുമായിട്ടൊക്കെ ഇതിനെ താരതമ്യം ചെയ്യുന്നവരുണ്ട്. കത്തോലിക്കരൊക്കെ ആണെങ്കിലും പറയുന്നത് അപ്പോസ്തലന്മാരുടെ പിന്തുടർച്ചയായിട്ട് വന്നവരുടെ കൈവപ്പോടുകൂടെയാണ് വിശ്വാസ സ്ഥിരീകരണം എന്നൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അക്ഷരികമായിട്ട് അവരതിനെ അങ്ങനെ ഉപദേശത്തെ സ്ഥാപിക്കുന്നവരുണ്ട്. ഞാൻ പറഞ്ഞത് അതൊക്കെ ഈ ക്രൈസ്തവ സഭയിൽ ഇതെല്ലാം ഉപദേശത്തിന് വേണ്ടി എടുക്കുന്ന പല കാര്യങ്ങളാണ്. ദൈവമക്കളായ നമ്മെ സംബന്ധിച്ച് ആ ഭാഗം പഠിക്കുമ്പോൾ, ഞാനതാ പറഞ്ഞത്, ശിമോനെ കുറിച്ച് നമ്മൾ പഠിച്ചു വരുമ്പോൾ നമ്മൾ പെന്തക്കോസ്തുകാരായ വേർപെട്ട ദൈവമക്കളെ സംബന്ധിച്ച് ഈ വചനം നമ്മൾ പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് 2-ാം അധ്യായം തൊട്ട് പഠിച്ചു വരുന്നിടത്തെല്ലാം പരിശുദ്ധാത്മ സ്നാനം, ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ് എന്നൊരു കാര്യമുണ്ട്. രക്ഷിക്കപ്പെടുന്നതോടുകൂടെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താലാണ് നാം രക്ഷയിലേക്ക് വരുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ കണ്ണ് തുറക്കപ്പെടുന്നത്, കർത്താവിനെ സ്വീകരിപ്പാൻ നമുക്ക് കഴിയുന്നത്, കർത്താവിൻ്റെ കൽപ്പനയെ അനുസരിപ്പാൻ നമ്മെ ഒരുക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. എന്നാൽ കർത്താവ് കൽപ്പിച്ചതുപോലെ ഏറിയ നാൾ കഴിയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവെന്ന സ്നാനം, 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്. 1-ാം അധ്യായത്തിൽ നമ്മൾ അത് ചിന്തിച്ചതാണ് വിശദമായി. അപ്പോൾ കർത്താവിൻ്റെ കൽപ്പന പ്രകാരം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിലേക്ക് വരുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയുന്ന ഒരു അനുഭവമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ കർത്താവ് കൽപ്പിച്ചതാണത്. മനുഷ്യരാരും നിർമ്മിച്ചതോ അല്ലെങ്കിൽ മനുഷ്യൻ്റെ കൽപ്പനയോ സഭ രൂപീകരിച്ച ഒരു കാര്യമൊന്നുമല്ല. നമ്മളത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെ പറഞ്ഞൊരു കാര്യമാണ്. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം, പരിശുദ്ധാത്മ സ്നാനം നിങ്ങൾക്ക് ലഭിക്കും എന്ന് വളരെ കൃത്യമായി തന്നെ കർത്താവ് കൽപ്പിച്ചതാണ്. അപ്പോൾ കർത്താവിൻ്റെ കൽപ്പന പ്രകാരം ദൈവസന്നിധിയിൽ നമുക്കുണ്ടാകുന്ന ഒരു അനുഭവമായിട്ടാണ് പരിശുദ്ധാത്മ സ്നാനത്തെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നാം ആ നിലയിലാണ് ഈ വചനത്തെ വ്യാഖ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ പരിശുദ്ധാത്മ സ്നാനം നമ്മുടെ ഉപദേശങ്ങളിലെല്ലാം വളരെ വ്യക്തമായി നമ്മൾ ഓർപ്പിക്കുകയും, രക്ഷിക്കപ്പെടുന്നവരിൽ ആ സ്നാനത്തിൻ്റെ അനുഭവമല്ല, സ്നാനപ്പെടുന്നവരിൽ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചാണ് നമ്മെ ആ ആത്മീയ അനുഭവത്തിലേക്ക് നടത്തുന്നതെങ്കിലും അതിനെല്ലാം പിന്നീടായി ഒരു 2ാമതൊരു അനുഭവമായിട്ടാണ് പരിശുദ്ധാത്മ സ്നാനം എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ പ്രഥമവും പ്രത്യക്ഷവുമായ അടയാളമായിട്ടാണ് നമ്മൾ അന്യഭാഷയും തിരുവചനത്തിലൂടെ മനസ്സിലാക്കുക. എന്നാൽ ഈ ഉപദേശത്തെ വിശ്വസിക്കാത്ത സാമുദായിക സഭകളാണ് ഏറിയ പങ്കുള്ളത്. എന്നാൽ നാം വേർപെട്ട ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം ഈ വചനം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതിന് ഇവിടെ പറഞ്ഞിരിക്കുന്ന 1-2 കാര്യങ്ങൾ അതിന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. ആ കൈവപ്പെന്ന് പറയുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഒരു ഹൈറാർക്കിലായിട്ടുള്ള അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് കൈമാറി വന്ന ഒരു കൈവെപ്പല്ല. ദൈവത്തിൻ്റെ ദാസന്മാർ കൈവച്ച് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ആ പ്രാർത്ഥിക്കുന്ന ആളെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. 2, ഒരു മാധ്യമമായി, ഒരു മുഖാന്തരമായി ദൈവം തൻ്റെ ദാസന്മാർ കൈവെക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവജനം കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ രോഗശാന്തി വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്, അല്ലെങ്കിൽ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. അത് ആ വ്യക്തിയുടെ പ്രാധാന്യത്തെക്കാൾ ദൈവം ഒരു മാധ്യമമായി, ഒരു മീഡിയമായിട്ട് ദൈവം അതിനെ ഉപയോഗിക്കുന്നുവെന്ന് മാത്രമേ നമുക്കതിൽ നിന്ന് കാണുവാനായിട്ട് കഴിയും. ദൈവവചനത്തിൽ നമ്മൾ കാണുന്നത് പ്രത്യേകമായ ദൗത്യത്തിന് വേണ്ടിയോ പ്രത്യേകമായ ശുശ്രൂഷയ്ക്ക് വേണ്ടിയോ ഒക്കെ കൈവച്ച് അവരെ വേർതിരിക്കുന്ന ഭാഗം നമുക്ക് ഇതിനോട് ചേർന്ന് ചിന്തിച്ചാൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കൈവപ്പും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. കർത്താവിന് സ്തോത്രം. പൗലോസിനെയും ബർന്നബാസിനെയും അവരെ വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് സഭ അവരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ പല സന്ദർഭങ്ങളിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ആ ശുശ്രൂഷയ്ക്കായിട്ട് അവരെ കൈവച്ച് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുവാൻ, അപ്പോൾ പ്രത്യേകമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി കൈവച്ച് അവരെ വേർതിരിക്കുന്ന അനുഭവമുണ്ട് എന്ന് കാണുവാനായിട്ട് സാധിക്കും. അതും നമ്മൾ ദൈവസഭ അനുകരിച്ചു വരുന്നുണ്ട്. എന്നാൽ അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് 18-ാം വാക്യം ഒന്ന് വായിച്ച് 18-ാം വാക്യം.
അപ്പോസ്തലന്മാർ കൈവച്ചതിനാൽ പരിശുദ്ധാത്മാവ് ലഭിച്ചത്, ഈ ഒരു വാക്യത്തെ നമ്മൾ മനസ്സിലാക്കുന്നത്, ഒരുപക്ഷെ ഈ പരിശുദ്ധാത്മാവ് എന്താണെന്നോ അല്ലെ അനുഭവങ്ങളെക്കുറിച്ചോ ഒന്നും അറിവില്ലാത്ത ഒരാളാണ് ശീമോനും. പക്ഷെ ഇവിടെ ശീമോനെ കുറിച്ച് പറയുന്ന അപ്പോസ്തലന്മാർ കൈവച്ചതിനാൽ പരിശുദ്ധാത്മാവ് ലഭിച്ചത് ശീമോൻ കണ്ടു. ഒരുപക്ഷെ അപ്പോസ്തലന്മാരുടെ കൂട്ട് വിവേചനപരമൊന്നും ശീമോനില്ല, പക്ഷെ ശീമോൻ അത് മനസ്സിലാക്കാൻ പറ്റി, അത് കാണാൻ പറ്റിയെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ കാണത്തക്ക നിലയിൽ ആ പരിശുദ്ധാത്മാവിനെ ദൈവം പകർന്നു എന്നുള്ളതാണ് അതിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അവിടെയാണ് ഈ 8-ാം അധ്യായത്തിൽ അന്യഭാഷയെക്കുറിച്ച് എടുത്ത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഒരു കൂട്ടർ പറയുന്നത് അവിടെ അന്യഭാഷയെക്കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് അതിനെ വിമർശിക്കുന്നവരുണ്ട്. എന്നാൽ ഇവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, പരിശുദ്ധാത്മ പകർച്ച അവരിൽ ഉണ്ടായതിനെ കുറിച്ച് പറയുമ്പോൾ ശീമോൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, അനുഭവമൊന്നും ഇല്ലാത്തൊരു വ്യക്തിക്ക് അത് കാണുവാൻ പറ്റി. അപ്പോസ്തലന്മാർ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ കൂടിയിരുന്നവരിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ പകരുന്നത് കണ്ടു എന്ന് എഴുതിയിട്ടുണ്ട്. കണ്ടപ്പോഴാണ് തൻ്റെ മനസ്സിലൊരു തോന്നലുണ്ടാകുന്നത്. എന്താണ്? അവർക്ക് ദ്രവ്യം കൊണ്ടുവന്നു. ഞാനൊരുത്തൻ്റെ മേൽ കൈവച്ചാൽ, അപ്പോൾ തൻ്റെ മനസ്സിൽ തോന്നിയ ചില നിരൂപണങ്ങളാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ശീമോന്റെ വിശ്വാസം ജനുവിനായിരുന്നോ, താൻ രക്ഷിക്കപ്പെട്ടത് ജനുവിനായിരുന്നോ, സ്നാനപ്പെട്ടത് ജനുവിനായിരുന്നോ എന്നൊക്കെ ഈ അനുഭവത്തോടുകൂടെ ചേർന്ന് വേണം നമ്മൾ വിലയിരുത്താൻ. പോകട്ടെ, നിങ്ങൾക്ക് എന്നും ഈ 8-ാം അധ്യായം ഒരു പുതു വായനയ്ക്കായിട്ട് നമ്മൾ തയ്യാറാകണം. നമ്മൾ വന്നെത്തിരിക്കുന്ന കാലയളവിൽ എന്താണ് പരിശുദ്ധാത്മാവ് ഇവിടെ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? പൊതുവായി നമ്മൾ പറയുന്ന 1-2 കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇവിടെ ദ്രവ്യം കൊണ്ടുവന്നു. ശീമോൻ ദ്രവ്യം കൊണ്ടുവന്നിട്ട് പറയുകയാണ്, ഈ അധികാരം എനിക്കും വേണം. അപ്പം അതുകൊണ്ടാണ് ഒരു കൂട്ടർ പറയുന്നത്, താൻ രക്ഷിക്കപ്പെട്ടപ്പോൾ ഫിലിപ്പോസിനെയൊക്കെ കണ്ടപ്പോൾ താൻ വിചാരിച്ചേടാ എന്നേക്കാൾ കൂടുതൽ മാജിക്കുക എന്നൊരാളാണ് ആര്? ഫിലിപ്പോസ്. ഇത് കൊള്ളാമല്ലോ എന്ന് വിചാരിച്ചാണ് കൂടെ കൂടിയെന്നൊക്കെ ഇത് വെച്ചോണ്ട് അവർ കൂട്ടർ പറയുന്നത്. അപ്പോൾ ഒരവസരം വന്നപ്പോൾ താൻ പണം കൊണ്ടുവന്ന്, അപ്പോൾ ആ ഒരൊറ്റ പദത്തിൽ നിന്നാണ് ഈ പാശ്ചാത്യ നാടുകളിലൊക്കെ സഭാസംബന്ധമായ സ്ഥാനങ്ങളോ അധികാരങ്ങളോ ഒക്കെ പണം കൊടുത്ത് സ്വാധീനം കൊണ്ടോ നേടുന്നതിന് സൈമണി എന്നൊരു പദമാണ്. അത് ഈ ഒരു കോണ്ടക്സ്റ്റിലാണ്, അല്ലെങ്കിൽ ഈ സൈമൺ എന്നുള്ള പദത്തിൽ നിന്നാണ് ആ പദം ഉണ്ടായത്. പണം കൊടുത്തോ സ്വാധീനം കൊണ്ടോ സഭാതലത്തിൽ എന്തെങ്കിലും നേടുന്നതിന് പറയുന്നൊരു പൊതുവായിട്ടൊരു കോമൺ വേർഡാണ് സൈമണി എന്ന് പറയുന്നത്. അത് ഈ പദത്തിൽ നിന്നാണ് അവിടെ സൈമൺ എന്നുള്ള ഈ പദത്തിൽ നിന്ന്. അപ്പോൾ ഒരു കാര്യം നമുക്ക് അതിൽ നിന്ന് പൊതുവായിട്ട് പറയുന്നത് എന്താണ്, അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. മനുഷ്യരെ സംബന്ധിച്ച് നമുക്കറിയാം, ഇന്ന് അതിഭൗതികതയുടെ ഒരു ലോകത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. എവിടെ നോക്കിയാലും പണത്തിൻ്റെ സ്വാധീനം വർദ്ധിച്ചു വരുന്ന ഒരു കാലയളവിൽ 4 കാര്യങ്ങൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന്, പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് വിശ്വാസികൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ദൈവീക ദാനമാണ്. 17-ാം വാക്യം വായിച്ചാൽ അതോടെ പറഞ്ഞാൽ അത് അവസാനിപ്പിക്കാം. കർത്താവിനെ വെച്ചാൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി ചിന്തയിലേക്ക് പോകാം. 17-ാം വാക്യം. അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു എന്ന് പറയുക മാത്രമല്ല, പത്രോസ് അവനോട് 20-ാം വാക്യം കൂടെ ദൈവത്തിന്റെ ദാനം മതി. അപ്പോൾ വിശ്വാസികൾക്ക് ഒരു ദൈവപൈതന് ദൈവം നൽകിയിരിക്കുന്ന ദൈവിക ദാനമാണെന്ത്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. 2, 20-ാം വാക്യം ഒന്നുകൂടെ വായിക്കാമോ? ദൈവത്തിന്റെ ദാനം പണത്തിന് വാങ്ങിക്കൊള്ളാമെന്ന് നീ നിരൂപിക്കൊണ്ട്. എന്താണ് അതെന്ന് മനസ്സിലാക്കുക? ദൈവിക ദാനങ്ങൾ പണം കൊടുത്ത് നേടാവുന്നതല്ല. 2, 3, 21-ാം വാക്യം. നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ല, ബാഹ്യ പ്രകടനത്തെക്കാൾ. ദൈവമക്കളെ, നമ്മുടെ ആന്തരികമായ നിരൂപണങ്ങളെയും നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥകളെയുമാണ് ദൈവം അംഗീകരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവാണ് 21-ാം വാക്യം. അടുത്തത് 19-ാം വാക്യം എന്നുള്ള വായിച്ചു. ഞാനൊരുത്തൻ്റെ മേൽ കൈവച്ചാൽ എനിക്ക് വേണം എന്നാണ്
ശീമോൻ ഇതിനെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ സ്വയം മഹിമയ്ക്ക് പരിശുദ്ധാത്മാവെന്ന ദാനം ദൈവം കൊടുക്കുന്നത് എന്തിനാണെന്ന് നമുക്ക് തിരുവചനം പഠിക്കുമ്പോൾ അറിയാം. ദൈവം ആഗ്രഹിക്കുന്നൊരു വിശുദ്ധ ജീവൻ നയിക്കുന്നതിന്, ദൈവിക സ്വഭാവത്തോട് അനുരൂപമായി നമ്മെ രൂപാന്തരപ്പെടുത്തുന്നതിന്, ദൈവിക സന്തോഷം, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മളിൽ ഉളവായി കർത്താവിന് വേണ്ടി നിലനിൽക്കേണ്ടതിനൊക്കെയാണ് ദൈവം തൻ്റെ ദാനം നമ്മളിൽ തരുന്നത്. എന്നാൽ ഇവിടെ ശീമോൻ ചിന്തിച്ചത് തൻ്റെ സ്വയമഹിമയ്ക്ക്, ഞാനൊരുത്തൻ്റെ മേൽ കൈവച്ചാൽ ഈ അധികാരം എന്ന് പറഞ്ഞാൽ തൻ്റെ സ്വയമഹിമയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മദാനം ആഗ്രഹിച്ചവനായിരുന്നു ശീമോൻ. അവിടെ നമുക്ക് ആ ചിന്ത അവസാനിപ്പിക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഒടുവിലത്തെ ഭാഗത്തിലേക്ക് അടുത്ത ക്ലാസ്സിൽ വരാം. 4 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ദൈവമക്കളെ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ ദാനത്തെക്കുറിച്ചുള്ള 4 പ്രധാന ചിന്തകൾ അവിടെയുണ്ട്. ഒന്ന്, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന, ദൈവം തൻ്റെ മക്കൾക്ക് നൽകുന്ന ദാനമാണ് പരിശുദ്ധാത്മാവ്. ദൈവിക ദാനങ്ങളൊന്നും പണം കൊടുത്ത് നേടാവുന്നതല്ല. ബാഹ്യപ്രകടനത്തെക്കാൾ ഉപരിയായി നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്നൊരു ദൈവമുണ്ട്. ആ കർത്താവിൻ്റെ മുമ്പിൽ നമ്മുടെ നിരൂപണങ്ങൾ പോലും അറിയുന്ന ദൈവസന്നിധിയിലാണ് നാം ആയിരിക്കുന്നത് എന്നുള്ളത് നാം എപ്പോഴും ഓർക്കുക. അതാണ് ദൈവം അംഗീകരിക്കുന്നത് എന്നിവിടെ കാണുവാൻ സാധിക്കുന്നു. ഒരിക്കലും ദൈവീയ അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ അനുഭവങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ സ്വയം മഹിമയ്ക്കല്ല. അതിന് വ്യക്തമായ ഉദ്ദേശത്തോടുകൂടെയാണ് ദൈവം എന്നിലും നിങ്ങളിലും തൻ്റെ ആത്മാവിനെ പകരുന്നതെന്നുള്ളത് ദൈവവചനത്തിൽ നിന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. കർത്താവ് ഇന്ന് രാത്രി നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവസന്നിധിയിൽ നമ്മളെത്തിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവിനെ അക്ഷയമായി സ്നേഹിച്ച് ദൈവവചനത്തെ മുറുകെ പിടിച്ച് പരിശുദ്ധാത്മാവാകുന്ന ഈ ദാനം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും അതിനെ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവിന് വേണ്ടി വിശ്വസ്തരായി നിൽക്കുവാൻ, ദൈവരാജ്യത്തിനു വേണ്ടി കാത്തിരിക്കുന്നവരായി, വിശുദ്ധിയെ തേക്കുന്നവരായി, ദൈവമഹത്വത്തിനായി നിലകൊള്ളുവാൻ ഈ അതിഭൗതികതയിലെത്തിയിരിക്കുന്ന ഈ ലോകത്തിൽ, അതിഭൗതികതയിൽ നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിൽ ദൈവമേ, ആ പരിശുദ്ധാത്മാവെന്ന ദാനത്തിൻ്റെ ശ്രേഷ്ഠത ഗ്രഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധി മുന്നേറുവാൻ ദൈവ ഈ വചന പഠനം നമുക്കിടയാക്കി തീർക്കട്ടെ. സഹോദരന്മാരൊരാൾ പ്രാർത്ഥിച്ചാട്ടെ.